ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുനിതാസ് ടൈം. ഇന്നിവിടെ അടിപൊളിയായൊരു ടേസ്റ്റിയായൊരു നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനാദ്യമായിട്ട് ഒരു പാത്രത്തിൽ ഒരു ഇഡ്ഡലി പാത്രമോ ഏത് വേണമെങ്കിലും നമുക്കെടുക്കാം. അതിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം 2 കോഴിമുട്ട അതിലേക്ക് പാർന്ന് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി കഴുകി വൃത്തിയാക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ചുവന്ന മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബോൺലെസ്സായ കുറച്ച് ചിക്കൻ അതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ബോയിൽ ചെയ്ത് വേവിച്ചെടുക്കാം. മറ്റേ തട്ടിൽ ഈ കോഴിമുട്ടയുടെ വെള്ളം ഒന്ന് ഒഴുകി വന്നതാണ്. അങ്ങനെ അടച്ചു വെച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് 10 മിനിറ്റ് മതി ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചിക്കൻ വേവിക്കുമ്പോൾ അതിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അതിനുശേഷം ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ടയും വെളുത്തുള്ളി അല്ലിയും മുളകും കൂടി കുറച്ച് വിനാഗിരിയും കൂടി ആഡ് ചെയ്ത്, വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരാണെങ്കിലും മതി, ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിന് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആൾറെഡി ചിക്കനിൽ സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പോളം നല്ല കുറച്ച് പാല് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ചീസിൻ്റെ സ്ലൈസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കുക. ഇതിനാവശ്യമായി കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. സവാള കുഞ്ഞുതായി അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പൊടിച്ച് വെച്ചതും കൂടെ അതിലേക്ക് ഈ അരച്ചെടുത്തിരിക്കുന്ന മയോനൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തില്ലെങ്കിലും കൈ കൊണ്ട് തന്നെ നമുക്ക് ചെറുതായി കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് എടുത്താലും മതി. ഇതിലേക്ക് നമുക്ക് ഒറിഗാനോ ആഡ് ചെയ്ത് കൊടുക്കാം. ചീസിൻ്റെ ഒരു സ്ലൈസ് എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പാനിൽ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് മിക്സ് ചെയ്തിരിക്കുന്ന മയോനൈസും എല്ലാം കൂടി മിക്സ് ചെയ്തിരിക്കുന്ന ബ്രെഡിലേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. അടിപൊളി ടേസ്റ്റിയായി വീട്ടിൽ തന്നെ മയോനൈസൊക്കെ വെച്ച് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേറെ വെള്ള കളർ ബ്രെഡാണ് ആവശ്യമെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഗോതമ്പിൻ്റെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. ആ മയോനൈസിൻ്റെ ടേസ്റ്റും ചിക്കനും എല്ലാം കൂടി നല്ല ഒരു ഹെൽത്തി ആയൊരു ഫുഡും കൂടിയാണ്. അല്ലെങ്കിൽ ബ്രെഡ് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇതേപോലെ ചപ്പാത്തിയിലും നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് റോൾ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതും നല്ല ടേസ്റ്റി ആയൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഇന്ന് 2 തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ബ്രെഡില്ലെങ്കിൽ ഇതുപോലെ ചപ്പാത്തിയിലും നമുക്ക് യൂസ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എൻ്റെ ഈ 2 റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ. അതിലാൾ വേണം പ്രസ് ചെയ്യണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ ബൈ. അടുത്ത റെസിപ്പി കാണുന്നവരെ.